വരാത്ത വന്ന നീ എന്താ ഇവിടെ നിൽക്കണം? പോയില്ലേ? പോയി കഴിഞ്ഞാ ഇവിടെ നിൽക്കോ? നിനക്കെന്ത് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ? കൊണ്ടാക്കണ? നീ എന്തിനാ കളിയാക്കുന്നേ? നീ നിന്റെ ജോലി നോക്കി പോയേ. എപ്പോഴും നിനക്ക് മാർക്ക് കുറവല്ലേ? പോയി പഠിക്കാൻ നോക്ക്. അതിന് എനിക്കും പ്രശ്നമില്ല, എന്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല. അതിന് നിനക്കെന്താ പ്രശ്നം? എനിക്ക് ഒരു കുഴപ്പമില്ല. നീ പോവാന്നോ? പോവാണോടാ മണ്ടൻ ടിങ്കു? നീ എന്താ വിളിച്ച? നീ കേട്ടില്ലേ മണ്ടൻ ടിങ്കൂന്ന്? നീ ഇനി ഒരു തവണയും കൂടി എന്നെ അങ്ങനെ വിളിച്ച നീ എന്തോ ചെയ്യും? നീ വിവരം അറിയും. വിവരം അറിയാൻ പോകുന്നതേ നീയാ. അങ്ങോട്ട് നോക്ക്. മക്കളെ നീയാണോ ടിങ്കു? പറടേക്കരെ ചേട്ടാ കുറച്ച് ഗംഭീരമായിട്ട് സംസാരിക്കട്ടാ. ഒരുമാതിരി പഴമീങ്ങ പോലെ. ആ പറയുന്നത് കറക്റ്റാ. ചേട്ടൻ പഴമീങ്ങ കേശവൻ. നീയാണോ ടിങ്കു? അതെ. നീ എന്റെ ഈ പാവം പിടിച്ച ഒന്നും ചെയ്യാത്ത അനിയത്തിയെ ഒരു കാര്യമില്ല ഉപദ്രവിക്കുന്നു ഞാൻ അറിഞ്ഞു. വാക്കാൽ വേറെന്തോ വട്ടപ്പേരൊക്കെ വിളിച്ച് നീ അറിഞ്ഞല്ലോ. എന്തായിരുന്നു പറയുന്നത്? നല്ല പേരില്ലായിരുന്നു. വട്ടപ്പേര് എന്തിനാ അതൊക്കെ വിളിക്കാൻ പോയത്? കൊച്ചിറക്കടാ, ഇനി മേല നീ പാറുവിനെ എങ്ങാണം വട്ടപ്പേരിട്ട് വിളിക്കണമെന്ന് ഞാൻ അറിഞ്ഞ പൂപ്പുറ്റാൻ കുടിച്ചാളെ കേട്ടാ. കൊച്ചിറക്ക ഞാൻ പിടിച്ച അധികം നടക്കും. എന്തൊരു സഹായിക്കാൻ വന്നേക്കണ്. വെറുതെ ഇരുന്നവനെ വിളിച്ചോണ്ട് പോയി ചെറിയ മേടിച്ചു തന്നിട്ട് എന്തായാലും നോക്കണേ ഒരുമാതിരി മ്യൂസിയത്തിൽ നോക്കും പോലെ ആണല്ലടി. എന്താണ് ഇത്? വല്ല ആക്സിഡന്റ് സംഭവിച്ചാ? വണ്ടി തുറന്ന് പറഞ്ഞ് വീണാ? ഇതിലും എന്താ കാര്യം പറ നീ. അനിയത്തിയുടെ കൂടെ പോയില്ലായിരുന്നോ പ്രശ്നം പരിഹരിക്കാൻ? അതിന് കിട്ടിയ സമ്മാനോ? ചേട്ടാ ഞാൻ വിചാരിച്ച അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നീ മിണ്ടിപ്പോരുന്നത് പറയേ. എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ. എന്റെ പൊന്നു ചേച്ചി അവളെന്നെ വിളിച്ചോണ്ട് പോയില്ലേ പ്രശ്നം പരിഹരിക്കാൻ. എന്റെ എൻട്രിയും ഡയലോഗും എല്ലാം നല്ല മാസായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനെ ആ തലയെറിച്ച ചെക്കനുണ്ടല്ല, ആ തറയുന്നൊരു കല്ലെടുത്ത് ഗുമ്മനൊരു എറിയുന്നു. ഫസ്റ്റ് എറിവന്ന് കൊണ്ടത് മൂക്കിലാണ്.
അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ സമയം മോശത്തിന് അവന്റെ കുറെ ചാക്കര പീക്കറ പിള്ളേര് കൂട്ടുകാരെല്ലാരും കൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓടി വന്ന് കൈ കിട്ടണ കല്ലും കമ്പും എന്തൊക്കെയൊക്കെയോ വെച്ച് അവന്മാർ എറിഞ്ഞു എറിഞ്ഞെന്ന് പറഞ്ഞ ഒന്നാം തരം ഏറ് എവിടൊക്കെ എപ്പോഴും കുത്തുന്നുണ്ട്. നീ ഒന്നും ചെയ്തില്ലേ? ഈ സൈസിലുള്ള പിള്ളേര് ചേച്ചി ഞാൻ എന്ത് ചെയ്യാനാ? ചേട്ടാ തടി എന്റെ മനസ്സിൽ ചേട്ടനെ ഇങ്ങനല്ല കണ്ടത്, വീരശൂര പരാക്രമിയായിരുന്നു. അതെ, ഇപ്പൊ ക്രിമിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇപ്പൊ ഞാൻ ആകെ ചമ്മിപ്പു. കണ്ടാ ഞങ്ങൾക്ക് അതിലാണ് സങ്കടം. ചമ്മിപ്പോയെന്ന് ചമ്മിപ്പോയിന്ന്. അല്ല പൊന്നുമോൻ ഇവിടുന്ന് ബൈക്കിനല്ലേ പോയത്? നിങ്ങളുടെ ബൈക്ക് എന്തിയേ? അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോ ഒന്ന് ആവതാകുമ്പോൾ തന്നെ പോയി എടുത്തോണ്ട് വരാം. ആ സമയം ഓടിയോണ്ട് ഇപ്പൊ ഉയരെങ്കിലും ഇരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ നിന്റെ അടുത്തുള്ള ദേഷ്യത്തില്ലേ അവന്മാര് വണ്ടിയിൽ വല്ല കല്ലെറിയോ, ഹെഡ്ലൈറ്റ് പൊട്ടിക്കോ, സീറ്റ് വലിച്ചു കീറോ, അല്ലെങ്കിൽ പൊക്കിയെടുത്തോണ്ട് വല്ല പണയത്തിന് വെക്കുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല. ഞാൻ പോയി നോക്കിട്ട് വരാം. പോയിട്ട് സഹായിക്കണോ? അയ്യോ ഒരു പെങ്ങള് സഹായിച്ചെന്റെ എനിക്ക് മാറിയിട്ടില്ല. അപ്പോഴാ എവിടൊക്കെ വെച്ചെറിഞ്ഞേക്കണേ എനിക്കറിയാം. പിള്ളേരാണ് അതൊക്കെ പിശാചുക്കള്, കുട്ടി പിശാചുകൾ. എന്റെ സൂപ്പർ ഹീറോ ആയിരുന്നു, പോന്ന പോക്കണ്ടില്ല. എന്നാ പിന്നെ ഒരു ചുമന്ന ജെട്ടിയും കൂടെ മേടിച്ച് കൊടുക്ക്. അവൻ പാന്റ് മേളിൽ കൂടി ഇട്ടോണ്ട് നടക്കട്ടെ സൂപ്പർമാനെ പോലെ. അത്രയൊക്കെ ഒപ്പിച്ച് വെച്ചതും പോരാ. എന്നിട്ട് അല്ല കേശുവിന്റെ സംസാരം കേട്ട് എന്തിയെ? അവനെന്തിയെ? കേശു ഇവിടെ ഉണ്ടായിരുന്നു, ബൈക്ക് എടുക്കാൻ പോയി. ബൈക്ക് എടുക്കാൻ പോനാനാ? ഇവളുടെ പുരുത്തം കെട്ട കുറെ കൂട്ടുകാരെ പിള്ളേരുണ്ടല്ലോ, പിള്ളേരെല്ലാം കൂടെ കേശു ചെറുക്കനെ ഇട്ട് പഞ്ഞിക്കിട്ടായിരുന്നു. അല്ല എന്തോ എനിക്ക് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ തെളിച്ച് പറയോ? തെളിച്ച് പറയാം, ആദ്യം ഒന്ന് സമാധാനപ്പെട്. ചെറുക്കനും എന്തിനാ കേടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേച്ചി. ഞാൻ അങ്ങോട്ട് പോയപ്പോ അമ്മനോടോളം പടയായിട്ട് കൂടിയിരിക്കണ് കല്ലും പറക്കി എടുത്തോണ്ട്. ഇനി എപ്പോ കേശുചേട്ടൻ പുറത്തിറങ്ങിയാലും എറിഞ്ഞിടും പഴമ്പഴങ്ങി കേശുചേട്ടാന്ന്. അവന്മാര് അങ്ങനെ പറഞ്ഞ എന്നാ ചേട്ടനെ പുറത്തോട്ട് ഇറങ്ങണ്ട. അവന്മാര് പറഞ്ഞ പോലെ ചെയ്യും. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവള് പറയണോക്കെ. അതെ, കൊച്ചു പിള്ളേരുടെ കാര്യത്തിലൊക്കെ എന്തിനാ നിങ്ങൾ ഇടപെട്ടെ? അതൊക്കെ ഞങ്ങൾ അങ്ങ് തീർക്കത്തില്ലേ? ചേട്ടാ എങ്ങനെങ്കിലും കോംപ്രമൈസ് ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ ചേട്ടന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ചേട്ടാ